ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ BJP അംഗം നിഷികാന്ത് ദുബൈക്ക് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മറുപടി കൊടുക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് സമാപിക്കും. ബൽറാം നെടുങ്ങാടി ഈ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദം ഇന്ന് സമാപിക്കുകയാണ്. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദം ഒട്ടേറെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഏറെ സംഘർഷഭരിതമായിരുന്നു, പ്രത്യേകിച്ച് ലോക്സഭ. അതിന്റെ ഒരു തുടർച്ചയായാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ US വ്യാപാര കരാർ വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതിന് മറുപടിയായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം BJP അംഗം നിഷികാന്ത് ദുബെ അദ്ദേഹത്തിനെതിരെ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷനുള്ള നോട്ടീസ് നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നും അദ്ദേഹത്തെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. അദ്ദേഹം ഒരു അർബൻ നക്സൽ ആണ് എന്നുള്ള ആരോപണമാണ് നിഷികാന്ത് ദുബെ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾക്ക് മറുപടി ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം തുടരുന്നതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായ ഇത്തരത്തിലുള്ള ഒരു ആരോപണം, അതിനുള്ള മറുപടിയും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ നൽകും എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും രാഹുൽ ഗാന്ധി തുടർച്ചയായി കള്ളം പറയുന്ന ആളാണ് എന്നും രാജ്യത്തെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും സാധാരണ നേരത്തെ നിശ്ചയിച്ച നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇരു സഭകളിലും പൂർത്തിയായിരിക്കുകയാണ്. ബജറ്റ് ചർച്ച പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് സഭകളിലും സ്വകാര്യ പ്രമേയങ്ങളാണ് വരിക. അതിൽ കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ പ്രമേയമാണ് ഇന്ന് MK രാഘവൻ MPയുടേതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ. ഇന്നും സഭയിൽ ഇരു സഭകളിലും കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 9-നായിരിക്കും ഈ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദം ആരംഭിക്കുക. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.